Are you ready? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നേഴ്സ് ഓൺ വീൽസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് UK നിന്ന് ലണ്ടനിൽ നിന്ന് നേരെ ആംസ്റ്റർഡാമിലോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ UK ടൈം ഇവിടെ ഏതാണ്ട് ഒരു 2:45 നമുക്ക് ഇവിടുന്ന് ഡോവറിലേക്ക് 2 മണിക്കൂർ ഡ്രൈവാണ്. ഡോവറിൽ നിന്ന് നമ്മുടെ ഫെറി 6 മണിക്കാണ്. അപ്പോൾ നമ്മളൊരു 5 മണിക്ക് മുമ്പ് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 4:45 ഡോവർ എത്തത്തക്ക രീതിയിലാണ് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ട്. ഇന്നിപ്പോൾ ഡിസംബർ 30 വെളുപ്പിന് 2:45 സമയം. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ 2-ന് തിരിച്ചു വരാനാണ്. ബട്ട് 30-31 അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാന്. അപ്പം നമ്മളിത് ഏകദേശം ഡോവർ എത്തിയിട്ടുണ്ട്. ഡോവറിലെത്തിയിട്ട് നമ്മൾ ഫെറിയിൽ കയറുന്ന കാര്യങ്ങളും അല്ലെ ഫെറിയിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഫ്രാൻസിൽ പോയ ട്രിപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി ചെറിയ ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമേ ഒരു പോലീസ് ചെക്ക് ഉണ്ട്, പിന്നെ കസ്റ്റംസിൻ്റെ ചെക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ ക്യൂ നിന്ന് നേരെ ഡോവർ ഫെറി പോർട്ടിലെത്തുക. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കസ്റ്റംസ് ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്പർ 74 എങ്ങാണ്ടാണ്. അപ്പോൾ നമ്മൾ 73 ആയിരുന്നു. അപ്പോൾ നമ്മൾ 73-ൽ വന്ന് നിൽക്കണം. അങ്ങനെ നമ്മൾ ഫെറിക്ക് അകത്തെത്തി. അപ്പോൾ നമ്മൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള സമയമുണ്ട്. ഏകദേശം 1.5-2 മണിക്കൂറാണ് നമ്മൾ ഡോവറിൽ നിന്ന് ഡൺകിർക്ക് അല്ലെങ്കിൽ കലൈസ് എങ്ങോട്ടാണല്ലോ. ഇപ്രാവശ്യം നമ്മൾ ഡൺകിർക്കിനാണ് പോകുന്നത്. കാരണം ഡൺകിർക്ക് കുറച്ചുകൂടെ നോർത്തിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ആംസ്റ്റർഡാം പോകാൻ 1.5 മണിക്കൂർ ഡ്രൈവ് കുറവായിരിക്കും കലൈസിനെക്കാട്ടി. അങ്ങനെ നമ്മൾ ഫെറിയിൽ നിന്ന് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പം അതുപോലെ 25 തൊട്ട് ഏതാണ്ട് ജനുവരി 5 വരെ പിള്ളേർക്കൊക്കെ ഫെറിയിൽ ഫുഡ് ഫ്രീ ആയിരുന്നു, ഫുഡും ഡ്രിങ്ക്സും ഒക്കെ. അങ്ങനെ എല്ലാവരും നല്ല അത്യാവശ്യം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം നമ്മൾ ആംസ്റ്റർഡാമിലോട്ട് നേരെ വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് വിൻകവീൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് നമ്മൾ ഇവിടുന്ന്, അതായത് ഡൺകിർക്കിൽ നിന്ന് ആംസ്റ്റർഡാം ചെല്ലുന്നതിന് കുറച്ച് മുമ്പാണ്. ഏകദേശം 3.5 മണിക്കൂർ ഡ്രൈവാണ്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് ആംസ്റ്റർഡാമിന് തൊട്ടപ്പുറത്ത് സാൻസി ഷാൻസ് എന്ന് പറഞ്ഞൊരു നെയ്ബർഹുഡ് ഉണ്ട്. അത് സാൻഡം എന്ന് പറയുന്ന ഒരു ഡച്ച് ടൗണാണ്. അപ്പം അവരത് ആംസ്റ്റർഡാമിനടുത്തായിട്ട് ഈ ഹിസ്റ്റോറിക് വിൻമില്ലും അതിൻ്റെ ഗ്രീൻ വുഡൻ ഹൗസും ഒക്കെ റീലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു 18th അല്ലെങ്കിൽ 19th സെഞ്ച്വറി വില്ലേജ് റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അവിടെ. അപ്പോൾ അവിടെ നമുക്ക് വിൻഡ്മില്ലും അതിൻ്റെ കാര്യങ്ങളും, പിന്നെ അതുപോലെ 1-2 ചെറിയ മ്യൂസിയം ഉണ്ട്, ഒരു ഹാൻഡിക്രാഫ്റ്റ്, അതായത് വുഡൻ ഷൂ ഉണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനെയൊക്കെ കുറച്ച് കാണാൻ നല്ല രസമുള്ള ഒരു നെയ്ബർഹുഡാണ്. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ടാണ് ആദ്യം പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇന്ന് അത് കണ്ടിട്ട് തിരിച്ച് അക്കോമഡേഷനിൽ പോയിട്ട് സെറ്റ് ആവാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പം നമുക്ക് ആദ്യമേ ഈ പറഞ്ഞ സാൻസി ഷാൻസിലെ വിൻഡ്മില്ലും വുഡൻ ഹൗസസും മ്യൂസിയം, ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഫ്രാൻസിൽ ഏകദേശം 1.5 മണിക്കൂർ താഴെ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ബെൽജിയം ബോർഡർ കിടക്കും. ബെൽജിയം കൺട്രിയിൽ നമ്മൾ ഏകദേശം 1 അവർ ഡ്രൈവ് ചെയ്തിട്ടാണ് നെതർലാൻഡ്സിലേക്ക് എത്തുന്നത്. അങ്ങനെ നെതർലാൻഡ്സിൽ നിന്ന് പിന്നെ അടുത്ത ഒരു 2.5 hours ഡ്രൈവ് ചെയ്ത് അങ്ങനെ നമ്മൾ സാൻസി ഷാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, ആ വിൻഡ്മില്ലും വുഡൻ ഹൗസുകളൊക്കെയാണ് ഇവരിവിടെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏപ്രിൽ ഇവിടെ മറ്റേ ടുലിപ്സൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാവും. അപ്പം കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ ആ സമയത്ത് നല്ല തിരക്കായിരിക്കും. നമ്മളിന്ന് ഇവരുടെ വുഡൻ ഷൂ അല്ലെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വുഡൻ ക്ലോക്സ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ മ്യൂസിയം ഉണ്ട്. അപ്പം അത് കാണാനാണ് പോകുന്നത്. അത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ അതുപോലെ നമുക്കവിടെ അവർ ഷൂ ഉണ്ടാക്കുന്നതും ഒക്കെ കാണിക്കും, ഷൂ പെയിൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പാണ്. നല്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നല്ലതാണെന്നാണ് കേട്ടത്. അപ്പം നമ്മൾ ഷൂവിൻ്റെ ഹാൻഡിക്രാഫ്റ്റ് മ്യൂസിയത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, അതിൻ്റെ പേര് ഡി സാൻസി ഷാൻസ് വുഡൻ ഷൂ വർക്ക്ഷോപ്പ് എന്നാണ്. അപ്പം നമുക്ക് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കയറി കാണാം. സാൻസി ഷാൻസിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ് ഈ വുഡൻ ഷൂ മ്യൂസിയം. ഇത് 1974 ഒരു ഫാമിലി ബിസിനസ് ആയിരുന്നു ഈ വുഡൻ ഷൂവിൻ്റെത്. അപ്പോൾ അങ്ങനെ ആ ഫാമിലി ഇത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ മ്യൂസിയം ഉണ്ടായത്. കണ്ടില്ലേ, ഒരു ഡയമണ്ട് ക്ലോക്കാണ് അവിടെ ഇത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് സുവനിയറും ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. നല്ല അടിപൊളി, നല്ല ബ്യൂട്ടിഫുൾ സാധനങ്ങളാണ്. പിന്നെ ഇവിടെ ഈ ഷൂ ഉണ്ടാക്കുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് ഇടയ്ക്ക്. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് ആളുകളാണ് ഇവിടെ ഓരോ ദിവസവും ഈ സാൻസി ഷാൻസിലെ വുഡൻ ഷൂ വർക്ക്ഷോപ്പ് കാണാനായിട്ട് എത്തുന്നത്.
നമ്മളെത്തിയപ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കാണ്. ഇതിനകത്ത് ഇപ്പം ഫുള്ള് ആളുകളാണ്. കണ്ടില്ലേ ഇങ്ങനെ പല നിറത്തിലും പല രൂപത്തിലുള്ള ഷൂകളാണ് ഇവിടെ പണിഞ്ഞു വച്ചിരിക്കുന്നത്. ചിലർ കാലൊക്കെ ഇട്ട് നോക്കി അവരുടെ കറക്റ്റ് സൈസ് ക്ലോഗാണ് എടുത്തിട്ട് പോകുന്നത്. ചിലർ ജസ്റ്റ് സുവർണിയറിന് വേണ്ടിയിട്ട് ചെറിയ ഭംഗിയുള്ള ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഷൂകളൊക്കെ വാങ്ങുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സുവർണിയേഴ്സൊക്കെ വാങ്ങിച്ചു. ദേ ഇപ്പം ഷൂവിൻ്റെ ഡെമോൺസ്ട്രേഷനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ഇനി അടുത്ത സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിൻഡ് മില്ല്, പിന്നെ ചീസ് ഫാം, കുറച്ച് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അതിമനോഹരമായ വിൻഡ് മിൽസൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്ന വിൻഡ് മിൽസും അല്ലെങ്കിൽ ഈ ചീസ് ഫാമും ഇങ്ങനെയുള്ള ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല സ്ഥലത്തു നിന്നായിട്ട് ഇവർ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പ്രിസർവ് ചെയ്തിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 2 വിൻഡ് മില്ല് മാത്രം ഇവിടെ ശരിക്കും അതിൻ്റെ ഒറിജിനൽ പ്ലേസ് ആണ്. ഇവിടെ ബാക്കിയെല്ലാം കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഇതാണ് കത്തറീന ഹോവേ എന്ന് പറഞ്ഞ ചീസ് മ്യൂസിയം ആണ്. അവിടെ ചീസ് ഉണ്ടാക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരും. അപ്പം നമ്മൾ തൽക്കാലം അവിടെ കയറുന്നില്ല. നമ്മൾ വിൻഡ് മില്ല് കയറി കാണാനാണ് അടുത്ത പരിപാടി. ഈ കാണുന്ന വിൻഡ് മില്ലാണ് ഡീകാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇപ്പോൾ ലോകത്തിലേക്കും തന്നെ ഒരേ ഒരു വർക്കിംഗ് ആയിട്ടുള്ള പെയിൻറ് ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് മില്ല്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാം. ഡേഞ്ചറസ് ആണ്, ഡേഞ്ചറസ്. ഡീകാറ്റ് എന്ന് പറയുന്ന ഈ മില്ല് 1646 ഒരു ഓയിൽ മില്ലായിട്ടാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം 1782 അത് ഫയർ കാരണം ഡിസ്ട്രോയ്ഡായി. പിന്നെ അത് വീണ്ടും റീബിൽഡ് ചെയ്തു. എന്നിട്ടൊരു 1904 വരെ ഇത് ഗുഡ് വർക്കിങ്ങിലായിരുന്നു. ബട്ട് എന്നിട്ട് ഇത് പാർഷ്യലി ഡിമോളിഷായി. അതിനുശേഷം 1960 വേറെ ഒരു മില്ലായ ഡൂയിൻജാഗർ എന്ന് പറഞ്ഞ മില്ലിൻ്റെ ടോപ്പ് കൊണ്ടുവന്ന് ഈ ഡീകാറ്റിൻ്റെ സ്റ്റോർ ഹൗസിന് മണ്ടയ്ക്ക് വെച്ചു. എന്നിട്ട് വീണ്ടും ഈ മില്ല് പ്രാവർത്തികമായി. അതായത് പെയിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ചോക്കൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്നതാണ് ഈ മില്ലിൻ്റെ ഫങ്ഷൻ. അത് അവർ ട്രഡീഷണൽ രീതിയിൽ പെയിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചോക്കൊക്കെ ഗ്രൈൻഡ് ചെയ്ത് പിഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയാണ് അവർ പെയിൻറ്റ് ഉണ്ടാക്കുന്നത്. അടുത്തതിന് നമ്മൾ കാണാൻ പോകുന്നത് സാൻസ് മ്യൂസിയം ആണ്. ഈ ലൊക്കേഷനിൽ ഇതിനകത്ത് തന്നെയുള്ള ഒരു മ്യൂസിയം ആണ്. അതിൽ ഇവരുടെ ഇൻഡസ്ട്രിയൽ ഹെറിറ്റേജും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കിതുപോലെ ലോക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലോക്കറിനകത്ത് നമുക്ക് തന്നെ കോഡൊക്കെ ഇട്ട് നമ്മുടെ വാല്യുബിൾസൊക്കെ അതിനകത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറാം. ഈ മ്യൂസിയത്തിനകത്ത് നമുക്ക് മെയിനായിട്ടും ഇവരുടെ ഇൻഡസ്ട്രിയൽ ഹെറിറ്റേജ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ പഴയ വിൻഡ് മിൽസ്, അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ, പിന്നെ അതുപോലെ ഇവരുടെ ആർട്ട് വർക്ക്, ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള ഡച്ച് ഹെറിറ്റേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ ഈ മ്യൂസിയത്തിൻ്റെ പല പാർട്സ് ഈ സാൻസി ഷാൻസിൽ തന്നെ ഉണ്ട്, വേറെ ചെറിയ ചെറിയ ലൊക്കേഷനായിട്ട്. അതായത് ദ വീവേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ തൽക്കാലം വിൻ്റർ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ദ കൂപ്പറേജ് എന്ന് പറഞ്ഞിട്ട് ബാരലൊക്കെ ഉണ്ടാക്കുന്നത്, അതായത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഈ പിന്നെ ബട്ടർ, മിൽക്ക്, വിനീഗർ, ഓയിൽ, ഫിഷ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാരൽസൊക്കെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ചെറിയ ചെറിയ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്സ്, മ്യൂസിയത്തിൻ്റെ പാർട്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇത് കാണാൻ പോകുമ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റിനൊക്കെ ചാർജ് ഉണ്ട്. അതായത് ഈ മ്യൂസിയം കാണുന്നതിനും ആ വിൻഡ് മില്ലിനകത്ത് കയറുന്നതിനൊക്കെയാണ് ചാർജ്. പക്ഷേ അത് അത്യാവശ്യം നല്ല ചാർജാണ്. നമ്മളിപ്പോൾ ഇതിനകമൊന്നും കാണാൻ വലിയ താല്പര്യമില്ല.
ജസ്റ്റ് പുറത്ത് ആ വിൻഡ് മില്ലും ആ വുഡൻ ഷൂസിൻ്റെ ഇതിലൊക്കെ കയറുന്നതൊക്കെ തീർച്ചയായിട്ടും ഫ്രീ ആണ്. ചീസ് ഫാക്ടറിയൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അത് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം ടിക്കറ്റ് എടുത്താൽ മതിയായിരിക്കും. അങ്ങനെ ഫാൻസി ഷാൻസിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഈ ആംസ്റ്റർഡാം സിറ്റിയുടെ സൈഡിൽ കൂടെയാണ് നമ്മുടെ അക്കോമഡേഷനിലോട്ട് പോകുന്നത്. കണ്ടില്ലേ, സിറ്റിയിലെ നല്ല അതിമനോഹരമായ ബിൽഡിങ്സ് ഒക്കെ കണ്ടില്ലേ, നല്ല രസമാണ് കാണാൻ. നമുക്ക് ആ ബിൽഡിങ്സിൻ്റെയൊക്കെ മനോഹാരിത ഒന്ന് ആസ്വദിക്കാം. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു, നമ്മൾ UK-യിൽ നിന്ന് യൂറോപ്പിൽ ചെല്ലുമ്പം സൈഡ് മാറുന്നത് കൊണ്ട് ഡ്രൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും റൈറ്റ് സൈഡ് കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഭയങ്കര ക്ലിയർ ആണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അപ്പം ഡ്രൈവിങ് വളരെ ഈസിയാണ്. നമ്മുടെ അക്കോമഡേഷൻ സിറ്റിക്ക് പുറത്തായിട്ട്, അതായത് സിറ്റിയിൽ നിന്ന് അരമണിക്കൂർ ദൂരമാണ്. വിൻകവീൻ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമാണ്. അവിടെ മൊത്തം ഡച്ച് പീപ്പിളൊക്കെയാണ് താമസിക്കുന്നത്. അപ്പം അവിടുത്തെ ചെറിയ റോഡൊക്കെയാണ്, കണ്ടല്ലേ, ബട്ട് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റോഡാണ്. അപ്പം നമ്മൾ അക്കോമഡേഷൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ അവിടുത്തെ വീടുകളൊക്കെ, ഇതൊക്കെയാണ് ഡച്ച് കൺസ്ട്രക്ഷനിലുള്ള വീടുകളാണ്. നല്ല രസമാണ്, നല്ല ക്ലെൻലിനെസ് ആണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കണ്ടില്ലേ, റോഡായാലും വീടായാലും വണ്ടിയൊക്കെ ആണെങ്കിലും നല്ല ക്ലീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ അക്കോമഡേഷൻ എത്തി. അപ്പോൾ അവർ ലോക്ക് ബോക്സിൽ അവിടെ കീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കാർ പാർക്കിങ്ങിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ഉള്ളിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് വെള്ളം ഒക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ അതിന് നടുക്കൂടെ ഒരു ചെറിയ വഴി മാത്രമേ ഉള്ളൂ, അതായത് ഒരു സൈക്കിളൊക്കെ പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഓരോ സൈക്കിളൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഫ്രണ്ടിൽ വെള്ളമാണ്, വെള്ളത്തിൻ്റെ അപ്പുറത്ത് അതുപോലെ വീണ്ടും വീട്, ഒരു സൈഡിൽ ചെറിയൊരു വഴിയും. അങ്ങനെ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് റൂം കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു സൈഡ് തന്നെ ചെറിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കിച്ചണാണ്. അടുത്തത് നമ്മുടെ കിഡ്സിൻ്റെ ബെഡ്റൂമാണ്. അവിടെ ഒരു ബങ്ക് ബെഡൊക്കെ ഉണ്ട്. അത്യാവശ്യം 2 കുട്ടികൾക്കോ അത് 3-4 കുട്ടികൾക്കൊക്കെ കിടക്കാം. പിന്നെ നമ്മുടെ മെയിൻ ബെഡ്റൂം ഇതാണ്. അത്യാവശ്യം നല്ലൊരു ബെഡ്റൂമും ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡ്റൂമിൻ്റെ വിൻഡോയിൽ നിന്നും നമ്മുടെ കിച്ചണിൻ്റെ വിൻഡോയും തുറക്കുമ്പോൾ നേരെ ഫ്രണ്ടിൽ നമുക്ക് വാട്ടറാണ് കാണുന്നത്. കനാലാണ്. കനാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീട്ടിലെ വെട്ടമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ലിവിങ് റൂമിൽ നിന്ന് തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു ബാത്റൂമുണ്ട്. ഒരു സ്റ്റാൻഡിങ് ഷവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അക്കോമഡേഷൻ. ചെറുതാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ, രാവിലെ നമ്മൾ ഡോറൊക്കെ തുറന്ന് ഫ്രണ്ടിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കുറേ ഡക്സൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചിനെയും കിച്ചും അതിന് ബ്രെഡൊക്കെ കൊടുക്കുകയാണ്. ഇവിടുത്തെ വീടിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ അത്യാവശ്യം ഒരു കനാലൊക്കെ ഉണ്ട്. എല്ലാ വീട്ടിലും ഒരു കാറെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഇവിടെ എല്ലാവർക്കും ഒരു ബോട്ടൊക്കെ ഉണ്ട് എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ. നമ്മളോടും പറഞ്ഞു ഒരു ബോട്ട് വേണമെങ്കിൽ വാടകയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സാഹസത്തിനൊന്നും മുതിരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. കണ്ടില്ലേ, ഇതൊക്കെയാണ് നെതർലാൻഡ്സിൻ്റെ ഒരു ഭംഗി. നെതർലാൻഡിൽ ഭയങ്കര കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ കനാലും റിവറും ഒക്കെ. അതായത് യൂറോപ്പിലേക്കും തന്നെ ഏറ്റവും സാന്ദ്രമായ ഉൾനാടൻ ജലം ഉള്ള രാജ്യമാണ് നെതർലാൻഡ്സ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ലെങ്ത് ഓഫ് കനാൽ ആൻഡ് റിവർ എന്ന് പറയുന്നത് ഏതാണ്ട് 90,000 കിലോമീറ്ററിൽ അധികമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെതർലാൻഡ്സ് ട്രിപ്പിലെ ആദ്യ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ 2-ാം ദിവസത്തെയും 3-ാം ദിവസത്തെയും വിശേഷങ്ങൾ അടുത്ത 2 വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2-3 ദിവസത്തെ വീഡിയോ കുറച്ചുകൂടെ എക്സൈറ്റിങ്ങും കളർഫുള്ളും ആയിരിക്കും. കാരണം നമ്മൾ ആംസ്റ്റർഡാം സിറ്റിയും അവിടുത്തെ ചെറിയ മ്യൂസിയങ്ങൾ, പിന്നെ കുട്ടികളുടെ ന്യൂ ഇയറിൻ്റെ ഫയർ വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുക. അപ്പം നമ്മുടെ ആദ്യ ദിവസത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ഒക്കെ വരുമ്പം നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.